നമിത് മൽഹോത്രാസ് രാമായണ 2 പാർട്ട് കൂടി 4000 കോടി രൂപ ബഡ്ജറ്റ്. രൺബീർ കപൂർ രാമനായി, യശ് രാവണനായി, സായ് പല്ലവി സീതയായി, അങ്ങനൊരു വലിയ സ്റ്റാർ കാസ്റ്റ്. 8 തവണ അക്കാഡമി അവാർഡ് ജേതാക്കളായ ഡീനെഗ് ഇതിൻ്റെ VFX ഉൾപ്പെടെ ചെയ്യുന്നു. ഡീനെഗിൻ്റെ ഉടമസ്ഥനായ നമിത് മൽഹോത്ര ഈ ചിത്രം നിർമ്മിക്കുന്നു. നിതേഷ് തിവാരി ചിത്രം സംവിധാനം ചെയ്യുന്നു. ദ ഡയറക്ടർ ഓഫ് ദംഗൽ. അങ്ങനെ പ്രതീക്ഷകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാക്ക് പ്രതീക്ഷയ്ക്ക് പകരം വേറൊരു വാക്കുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ദ എക്സ്പെക്റ്റേഷൻസ് ആർ സോറിങ് ഹൈ. അങ്ങനെയുള്ളൊരു പടമായിട്ടാണ് രാമായണ വരാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് പുലർച്ചെ 4:15 പുറത്തിറങ്ങി. അതായത് അപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം. അത് അവർ വിശ്വസിച്ചുകൊണ്ടാണ് ആ സമയത്താണ് അവർ ട്രെയിലർ പുറത്തിറക്കിയെന്നാണ് അവരുടെ വാക്ക്. രാമായണ, നമിത് മൽഹോത്രാസ് രാമായണ, അവർ ഹിസ്റ്ററി, അവർ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രം വരുന്നത്. ഒരു പക്ഷേ രാമായണത്തിൻ്റെ ടീസർ ആദ്യം വന്ന സമയത്ത് എന്തൊക്കെയോ അപാകതകൾ, VFXൽ ഒരു പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇറ്റ് വാസ് ക്ലീൻ. ഈ ട്രെയിലർ വളരെ രസകരമായത്. ഏകദേശം 4 മിനിറ്റിലധികം ഉണ്ട് ട്രെയിലർ. ആൻഡ് ഇതിനകത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യാഷിൻ്റെ കഥാപാത്രം, അതായത് രാവണ പലയിടത്തും രാമനെ കടത്തി വെട്ടുന്ന പോലെ ഫീൽ ചെയ്തു. അതായത് സ്ക്രീൻ പ്രസൻസിലെ ഓറയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എന്തോ അങ്ങനെയാണോ ഈ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ് സീംസ് സോ ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് സീംസ് സോ റിയൽ. വളരെ റിയൽ ആയിട്ട് തോന്നി. ആൻഡ് ഫ്രം ഡീനെഗ് വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ലോ. അത്രയും അവർ ഈ ലോകത്തും കാണിച്ചിട്ടുണ്ട്. യു ടേക്ക് എനി എക്സാമ്പിൾസ്, ഇംഗ്ലീഷ് പടങ്ങളിൽ നിങ്ങളെ കണ്ണ് തള്ളിക്കുന്ന ഏത് VFX പടം നിങ്ങൾ എടുത്തു നോക്കിയോ അതിനകത്തൊക്കെ ഡീനെഗ് ഉണ്ടാവും. ഞാൻ പറയുന്നത് അതാണ് അവരുടെ ലെഗസി. അപ്പോൾ അവരുടെ സ്വന്തം പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ സ്വാഭാവികമായിട്ട് ദേ ഡോണ്ട് ഫീൽ റൈറ്റ്. അപ്പോൾ 4000 കോടി എന്ന് പറയുന്ന ബഡ്ജറ്റ് പോലും സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഫസ്റ്റ് പാർട്ട് ദീപാവലിക്ക് വരും. ഈ ട്രെയിലർ നിങ്ങളിപ്പോഴായിരിക്കും കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ട്രെയിലർ കാണാൻ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു പ്രൈവറ്റായിട്ടൊരു പരിപാടി നടത്തിയിരുന്നു ഡൽഹിയിൽ. പ്രൈവറ്റ് പരിപാടി എന്ന് വെച്ചാൽ വിളിച്ച മാധ്യമപ്രവർത്തകർ കുറച്ചധികം പേർ ഫ്രം ഇന്ത്യ ആൻഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി ഡൽഹിയിലാണ് ആ പരിപാടി നടന്നത്. ഇഫ് ഐ എം നോട്ട് റോങ്, ഈ മാസം തന്നെ 18-ാം തീയതി എന്തുമായിരുന്നു ആ പരിപാടി നടന്നത്. 18-ാം തീയതി വൈകിട്ട് ആയിരുന്നു ആ പരിപാടി. 18-ാം തീയതി നമ്മൾ ഡൽഹിയിൽ പോകുന്നു, ആ ഇവൻറ്റ് കാണുന്നു, ആ ഇവൻറ്റിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് 3D ഗ്ലാസസിൽ രാമായണത്തിൻ്റെ ട്രെയിലർ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ട്രെയിലർ അവരവിടെ പ്ലേ ചെയ്തു. ആൻഡ് ദേ മേഡ് ഷുവർ ദാറ്റ് നോ വൺ ഷുഡ് ക്യാപ്ചർ ദ ട്രെയിലർ. അതായത് ഫോൺ ആരും എടുക്കരുത്, അത് ട്രെയിലർ ക്യാപ്ചർ ചെയ്യരുത് എന്നുള്ളത് അപ്പോഴേ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ചധികം നാളുകൾക്ക് മുമ്പ് നമ്മളിത് പ്ലേ ചെയ്യരുത്. ആക്ച്വലി ഇതിൻ്റെ ട്രെയിലർ 24-ാം തീയതി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യായിരുന്നതാണല്ലോ. പിന്നീട് സോണിയിലേക്കും കൂടിയായിട്ട് അത് പോയി, ആ ഒരു കൊളാബറേഷൻ കാരണം ഡിലേ ആയതാണല്ലോ. അപ്പം 18-ാം തീയതി തന്നെ നമ്മളിത് കാണുന്നു. ആൻഡ് വി വെർ മെസ്മറൈസ്ഡ് വിത്ത് ദ ട്രെയിലർ. വളരെ രസകരമായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് തോന്നി. സ്വാഭാവികമായിട്ട് യൂട്യൂബിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന റിസപ്ഷനെ പറ്റിയും ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെയാണ് രൺബീർ കപൂറിനെയും സായ് പല്ലവിയും ഒക്കെ നേരിട്ട് കാണുന്നു. യാഷിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായ ഇൻട്രൊഡക്ഷൻ തന്നെ അവർ കൊടുക്കുകയും ചെയ്തു. നമിത് മൽഹോത്ര എന്ന നിർമ്മാതാവ് അയാളുടെ വിഷനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇത് മൗണ്ട് ചെയ്തെടുക്കണം, വൈ രാമായണ ഷുഡ് ബി ടോൾഡ് ഇൻ ദിസ് കറൻറ്റ് ജനറേഷൻ, അത് ഏത് രീതിയിൽ പറയണം. കാരണം രാമായണം നമ്മൾ സീരിയൽസിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ അല്ലാണ്ട് രാമായണ സിനിമകൾ പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രാമായണ സംസാരിക്കണം, അത് ഈ ക്യാൻവാസിലും ഈ സ്കെയിലും സംസാരിക്കണം എന്നത് എന്തുകൊണ്ട് എന്നത് ഉൾപ്പെടെ നമിത് മൽഹോത്ര വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ആൻഡ് അതൊരു ഐ ഓപ്പണർ കൂടിയായിരുന്നു. അതൊരു ഇന്ത്യൻ സിനിമാ മേഖലയെ ടു ദ വേൾഡ് കൊണ്ടുപോകാനും അതിൻ്റെ ബൗണ്ടറീസ് അക്രോസ് പോവുക എന്നുള്ളത്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, ഇതിനൊക്കെ മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നമിത് മൽഹോത്ര ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് വെസ്റ്റിൽ ഈ സിനിമ വർക്കായില്ലെങ്കിൽ, അതായത് എൻ്റെ ഈ സിനിമ പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള നിർമ്മാതാവിൻ്റെ വാക്കുകൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ദിസ് ഇസ് നോട്ട് അപ്പീലിംഗ് ജസ്റ്റ് ടു ഇന്ത്യ. നമിത് മൽഹോത്രയുടെ വിഷൻ ഇസ് ടു ദി എൻറ്റയർ വേൾഡ്. ഈ സിനിമ പോവുക, ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ട്രൂത്ത്, ഇന്ത്യയുടെ ഹിസ്റ്ററി ലോകത്തിന് മുമ്പാകെ തുറന്നു കൊടുക്കപ്പെടുക എന്നുള്ളതാണ് നമിത് മൽഹോത്രയുടെ വിഷൻ. ആ വിഷൻ അനുസരിച്ചാണ് അവർ ഇത്രയും നാളുകളായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. പാർട്ട് 1 ഈ ദീപാവലിക്കും പാർട്ട് 2 അടുത്ത വർഷം ദീപാവലിക്കും റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായി നിൽക്കുന്നത്. സോ രാമായണ എന്ന ട്രെയിലർ വളരെ വലിയൊരു അഭിപ്രായം നേടുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ പോലും നല്ല രീതിയിലുള്ള ഓഡിയൻസ് റിസപ്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദ ടീസർ വിച്ച് ഐ സെഡ്, അതിനകത്ത് കുറേ മിസ്റ്റേക്സ് VFXൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ദേ വർക്ക്ഡ് ഓൺ ഇറ്റ്. വളരെ രസകരമായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ഒഴുക്കുണ്ട്, സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗിയുണ്ട്. രൺബീറിനെ ആയാലും സായിനെ ആയാലും യാഷിനെ ആയാലും അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കാൻ വളരെ
രസമാണ്, ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്. അത് എല്ലാം കൊണ്ടും ആഫ്റ്റർ ഓൾ ദി ഫൈനൽ വർക്ക്സ് രസകരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.